City Gold and Diamonds, Kerala and Karnataka, the glow of purity. ഖജനാവ് കാലി. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു. മുണ്ട് മുറുക്കി ഉടുക്കണം. കേരളം പാപ്പര. അധികാര സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് സ്ഥിരം പറയുന്ന പല്ലവികളാണ് ഇവയെല്ലാം. ഇനിയുള്ള കാലങ്ങളിൽ ഈ നുണകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതും നമുക്ക് കാണേണ്ടി വരും. അതിന്റെ ട്രെയിലർ ഇന്നലെ തന്നെ AK ആന്റണി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി മാറുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്ന ഭയത്താൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ കമ്പാണ് ഈ പാപ്പർവാദം. ഏത് മാനദണ്ഡം വെച്ചാണ് കേരളത്തിന്റെ പാപ്പരത്വം കോൺഗ്രസ് അളക്കുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ വളർച്ചാ നിരക്ക്, റവന്യൂ കമ്മി, ധനക്കമ്മി, പൊതുകടം എന്നിവ പരിശോധിച്ചാൽ ഈ പറഞ്ഞ പാപ്പരത്വം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. തന്നെയുമല്ല, 1.25 ലക്ഷം കോടി രൂപയോളം തനത് വരുമാനമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള മാളം നിർമ്മിക്കലാണ് കോൺഗ്രസിന്റെ ഈ പാപ്പർവാദമെന്ന് വ്യക്തമാണ്. വസ്തുതാവിരുദ്ധമായി നുണപ്രചാരണത്തിന് പിന്നിൽ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് എന്നതും നമുക്ക് കാണാൻ കഴിയും. ഫെഡറലിസത്തെ അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച കഴിഞ്ഞ 5 വർഷക്കാലത്തും ഒരു ദിവസം പോലും ട്രഷറി പൂട്ടുകയോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുകയോ ചെയ്തിട്ടില്ല. സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും കേരളം കഴിഞ്ഞ കാലയളവിൽ പോരാടുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 4000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ട്. ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും സമഗ്രമായി നടപ്പാക്കിയ സർക്കാരായിരുന്നു 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. UDF കേരളത്തിൽ അധികാരത്തിലിരുന്ന കാലത്ത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാക്കിയതിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്തതിന്റെയും പാരമ്പര്യമാണുള്ളത്. അതേ രീതികൾ തന്നെ അവലംബിച്ച് മുന്നോട്ടു പോകുന്നതിന് അടിത്തറ പാകുന്നതിനായിട്ടാണ് പുത്തൻ നുണകളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്തതും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളതുമായ ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായി തന്നെ കേരളത്തിന്റെ ഖജനാവിനെ പറ്റിയുള്ള ഇപ്പോഴത്തെ ഈ പരാമർശം കാണേണ്ടി വരും. മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള നടപടിയായി മാത്രമേ ഈ നുണപ്രചാരണത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും വളരെ സീനിയർ നേതാവുമായിട്ടുള്ള ശ്രീ AK ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേരളം 2001 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുള്ളതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലാണ്, വല്ലാതെ പാപ്പരായിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത്, നിങ്ങളാരും ശ്രീ സതീശനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയരുത്. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു, നിങ്ങൾ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ചെയ്തു കളയരുത്, വല്ലാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കണം. ആദ്യമേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും, ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലാവും. അതുകൊണ്ട് ജനങ്ങൾ കുറെ കയ്പുനീര് കുടിക്കട്ടെ, കയ്പുനീര് കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിലെ സർക്കാർ 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് വ്യക്തമായത്. 2001 കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് പിന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026 ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിളിച്ചത്. ഞാനത് എന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിന്റെ രേഖകൾ, അതുപോലെ CNDG പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ വർഷം മാർച്ച് മാസം 31 തീയതി വരെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31 എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1 ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം കാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. കാഷ് ബാലൻസ് സർക്കാരിന്റെ ട്രഷറിയിലുണ്ട്. പേയ്മെന്റ്
എല്ലാ പേയ്മെന്റുകളും കൊടുത്തു. ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റിന് ഡിഫാൾട്ട് ഇല്ല. ആശുപത്രികൾക്ക്, മറ്റു സ്ഥലത്തൊക്കെ ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്. അത് DA/DR കുടിശ്ശിക. DA/DR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DA/DR കുടിശ്ശിക കുറച്ച് പണമുണ്ട്. അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിനാ പണമുണ്ട്. അപ്പൊ ആ പണം അതിനകത്തുണ്ട്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ A.K. ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല. ശ്രീ A.K. ആന്റണിയെ പോലുള്ള ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ V.D. സതീശൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിന്റെ 5 ഈ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ആ ഗ്യാരണ്ടികളെ കണക്ക് വെച്ചാൽ, കാരണം ഞാനല്ല വേറൊരാളായാലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ മാത്രം എഴുതുന്ന അല്ലി കണക്ക് ട്രഷറി ഒക്കെ പബ്ലിക് അക്കൗണ്ട് എല്ലാം നമ്മുടെ പൊതു സുതാര്യമായ കാര്യമാണ്. അപ്പൊ അതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ മറുവശം ഞാൻ പറയട്ടെ, ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരം വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്നും UDF വരുമെന്നും ധരിച്ചവരല്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാമത്തെ LDF ഗവൺമെന്റ് അന്ന് വരുമെന്ന് ഇത്രയും ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കില്ല. ആദ്യമായിട്ട് അങ്ങോട്ട് ഗവൺമെന്റ് തുടർച്ചയായിട്ട് വന്നപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശമ്പള പരിഷ്കരണത്തിന്റെ വലിയ ബാധ്യത ഉൾപ്പെടെ ഒറ്റ വർഷം കൊണ്ട് 30,000 കോടിയിലധികം വരുന്ന ചെലവ് വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ബാധ്യതകളെല്ലാം ഏറ്റെടുത്തു. കോവിഡ് കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് അതിന്റെ വലിയ പേയ്മെന്റുകൾ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.